കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെസോൺ തിയറി പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് റേഡിയോ ആക്റ്റീവ് ഡീകേ എന്നുള്ളത് നോക്കാം. ഇനി ഒരു ന്യൂക്ലിയസ് സ്റ്റേബിൾ അല്ലെങ്കിൽ അത് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. ആ റേഡിയേഷൻസ് 3 തരാണ്: ആൽഫ ഡീകെ, ബീറ്റ ഡീകെ ആൻഡ് ഗാമ ഡീകെ. ഇതാണ് 3 പ്രധാനപ്പെട്ട റേഡിയേഷൻസ് അല്ലെ. ആൽഫ എമിഷൻ നടത്താം, ബീറ്റ എമിഷൻ നടത്താം, ഗാമ എമിഷൻ നടത്താം. ഇത് 3 കൈൻഡ് ഓഫ് റേഡിയേഷൻസ് ആണ്. ഓക്കെ, ആൽഫ ഡീകെ എന്ന് പറഞ്ഞാൽ എന്താണ്? XAZ എന്നുള്ള ഒരു ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഒരു ഹീലിയം ന്യൂക്ലിയസിനെ, ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീലിയം 2,4 ന്യൂക്ലിയസ് ആണ്. ഇതാണ് ആൽഫ പാർട്ടിക്കിൾ. അതിനെ എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ആൽഫ ഡീകെ. അങ്ങനെ A മാസ് നമ്പറും Z ആറ്റോമിക് നമ്പറുള്ള ഒരു പാർട്ടിക്കിൾ ഒരു ഹീലിയം ന്യൂക്ലിയസിനെ എമിറ്റ് ചെയ്താൽ അത് എന്താവും? അതിന്റെ ആറ്റോമിക് നമ്പർ Z-2 ആവും. ഇവിടെ Z ഉണ്ടായിരുന്നു, ഇവിടെ 2 പോയി, അപ്പോൾ Z-2. ഇവിടെ എന്താവും? A-4 ആവും. ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ 4 പോയി, അപ്പോൾ A-4. അതുകൊണ്ട് Z മാറിയത് കൊണ്ട് അയാളുടെ പേര് മാറും. അയാളാണ് Y. ഓക്കെ, അപ്പൊ ഇത് പാരന്റ് ന്യൂക്ലിയൈ, ഇത് ഡോട്ടർ ന്യൂക്ലിയൈ, ഇതാണ് എന്ത്? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അല്ലെ. ഇതാണ് ആൽഫ ഡീകെ എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഇനി ബീറ്റ ഡീകെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബീറ്റ ഡീകെ എന്ന് പറഞ്ഞാൽ ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആണ്. എന്തായിരുന്നു പ്രോസസ്സ്? XAZ എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്? ഒരു ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യാണ് അല്ലെ. ഇനി ശരിക്കും ഇത് ഇങ്ങനെയല്ല പറയേണ്ടത്. നമുക്ക് എന്താണ് ഇതിന്റെ കുറച്ചുകൂടെ ഒരു അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഫോം ഉണ്ട്. എന്തായിരുന്നു? ഒരു ന്യൂട്രോൺ എന്ത് ചെയ്യും? മാറി ഒരു പ്രോട്ടോൺ ആവും വിത്ത് എമിഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ. ഇതാണ് ശരിക്കും ബീറ്റ ഡീകെ എന്ന് പറഞ്ഞ പ്രോസസ്. ഒരു ന്യൂട്രോൺ എന്താവുന്നു? പ്രോട്ടോണായി മാറുന്നു വിത്ത് എമിഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ അല്ലെ. അപ്പോ ഇവിടെ നോക്കുക, ന്യൂട്രോൺ പ്രോട്ടോൺ ആയി അല്ലെ. അതുകൊണ്ട് അതിന്റെ പുതിയതായിട്ടൊരു പ്രോട്ടോൺ വന്നു അല്ലെ. പുതിയതായിട്ടൊരു പ്രോട്ടോൺ വന്നാൽ എന്താവും? ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യും അല്ലെ. അതുകൊണ്ട് ഇതെന്താവും? Z+1 ആവും അല്ലെ. Z ഉള്ള Z+1 ആയി കഴിഞ്ഞാൽ എന്താ? അതിന്റെ പേര് മാറും, Y ആയി. ഇത് A തന്നെയാവും. ഒരു ന്യൂട്രോൺ പ്രോട്ടോൺ ആയി കഴിഞ്ഞാൽ എന്താണ്? മാസ് നമ്പർ മാറുന്നില്ല. അപ്പൊ ഇത് ഈ പ്രോസസ്സിനാണ് എന്താ പറയാ? ബീറ്റ ഡീകെ എന്ന് പറയുന്നത്. അതുപോലെ ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോസസ്സാണ് പോസിട്രോൺ എമിഷൻ. എന്താണ്? പോസിട്രോൺ എമിഷൻ അല്ലെ. അതെന്താണ് നോക്കാം. ഒരു പ്രോട്ടോൺ എന്തായി മാറുന്നു? ഒരു ന്യൂട്രോണായി മാറുന്നു വിത്ത് എമിഷൻ ഓഫ് എ പോസിട്രോൺ. ഈ പ്രോസസ്സിനാണ് എന്താ പറയാ? പോസിട്രോൺ എമിഷൻ എന്ന് പറയാം. ഒരു പോസിട്രോൺ എമിറ്റ് ആവുക, ഇവിടെ ഒരു ഇലക്ട്രോൺ എമിറ്റ് ആവുക. അപ്പൊ നോക്കുക, പ്രോട്ടോൺ ന്യൂട്രോൺ ആയി. പ്രോട്ടോൺ ന്യൂട്രോൺ ആയി എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോൺ കുറഞ്ഞു അല്ലെ. ഒരു പ്രോട്ടോൺ കുറഞ്ഞാൽ എന്തായി? അതിന്റെ ആറ്റോമിക് നമ്പർ ഒന്ന് കുറഞ്ഞു. അപ്പൊ XAZ എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ എന്താവും? Z-1 ആവും. ഇത് A തന്നെയാവും. അതുകൊണ്ട് അയാളുടെ പേര് Y ആവും. E+ അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് ആ പ്രോസസ്. ഇത് പാരന്റ് ന്യൂക്ലിയൈ, ഇത് ഡോട്ടർ ന്യൂക്ലിയൈ, ഇത് പോസിട്രോൺ. ഓക്കെ, ഇങ്ങനെയാണ്. ഇനി ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്ത്? ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറയുന്നത്. ഇലക്ട്രോൺ ക്യാപ്ചർ എന്തായിരുന്നു? ഇതിനകത്ത് ഇതുപോലെ തന്നെ പ്രോട്ടോൺ ക്യാപ്ചേഴ്സ് ആൻ ഇലക്ട്രോൺ ടു ബിക്കം എ ന്യൂട്രോൺ. ഇതേ പ്രോസസ് അല്ലെ. ഈ E+നെ പുറത്തേക്ക് എടുത്താൽ പ്രോട്ടോൺ ക്യാപ്ചേഴ്സ് ആൻ ഇലക്ട്രോൺ ടു ബിക്കം എ ന്യൂട്രോൺ അല്ലെ. അപ്പൊ എന്തായിരുന്നു? XAZ അല്ലെ. ഇവിടെയും സെയിം പ്രൊസീജിയർ ആണ് നടക്കുന്നത്. അപ്പൊ എന്തായി? Z-1 A ഇവിടെ പ്ലസ് ഇലക്ട്രോൺ കൊടുക്കണം അല്ലെ. ഇലക്ട്രോൺ ക്യാപ്ചർ അല്ലേ, അപ്പൊ ഇവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് എന്ത്? ഇലക്ട്രോൺ ക്യാപ്ചർ. പിന്നെയുള്ള ഒരു പ്രോസസ്സാണ് ഗാമ ഡീകെ അല്ലെ. ഗാമ ഡീകെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഹൈ എനർജി ന്യൂക്ലിയസ്, XAZ എന്ന് പറഞ്ഞൊരു ന്യൂക്ലിയസ് അതിന്റെ ഹൈ എനർജി സ്റ്റേറ്റിലാണ്. ആ ഹൈ എനർജി സ്റ്റേറ്റ് കാണിക്കാൻ ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കും അല്ലെ. അതെന്ത് ചെയ്യും? ഡീഎക്സൈറ്റ് ചെയ്തിട്ട് അതിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോകും. XAZ അല്ലെ പ്ലസ് ഒരു ഗാമ പാർട്ടിക്കിൾ അവിടെ എമിറ്റ് ആവുകയും ചെയ്യും അല്ലെ. ഈ പ്രോസസ്സിനാണ് എന്താ പറയുന്നത്? ഗാമ ഡീകെ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചത് കൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോയത്. ഇനി ഈ 4 പ്രോസസ്സിനും ഒരു എക്സാമ്പിൾ ഇവിടെ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കാം എങ്ങനെയാണ്. ഇവിടെ യുറാനിയം, അതുപോലെ ഇവിടെ കാർബൺ ഉണ്ടത്, അതുപോലെ ഇവിടെ കോപ്പർ ഉണ്ടത് കൊടുത്തിട്ട് 4 എക്സാമ്പിൾ ജസ്റ്റ് നോക്കുക. ഇതേ പ്രോസസ്സ് ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്തു എന്നുള്ളത് മാത്രം. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതാണ് ആ 5 പ്രോസസ്സിന് എക്സാമ്പിൾസ്. ക്ലിയർ. ഇനി നോക്കുക, ഈ പറഞ്ഞ 5 പ്രോസസ്സ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ജസ്റ്റ് ഒന്നുകൂടി ഒരു അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോവാണ്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. ആദ്യം ആൽഫ ഡീകെ പറയാം. ഗാമ അവിടെ നിൽക്കട്ടെ, ആൽഫ ഡീകെ പറയാം. ആൽഫ ഡീകെ എന്താ സംഭവിക്കുക? എമിഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ റെഡ്യൂസസ് ദി സൈസ് ഓഫ് എ ന്യൂക്ലിയസ് അല്ലെ. ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരുന്നു, അതൊരു ആൽഫ പാർട്ടിക്കിൾ. ആൽഫ പാർട്ടിക്കിൾ എന്നതിനകത്ത് ഉണ്ടാവും 4 എന്തുണ്ടാവും? ന്യൂക്ലിയോൺസ് ഉണ്ടാവും. അത് എമിറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഇതിൽ 4 കുറയും. അതല്ലേ കാണിച്ചിട്ടുള്ളത് അല്ലെ.
ഇനി അങ്ങനെ അത് നടത്താനുണ്ടായ കാരണം, ആ ഒരു ന്യൂക്ലിയസ് ആൽഫ ഡികെ നടത്താനുള്ള കാരണം എന്താണ്? ന്യൂക്ലിയസ് ഈസ് ടു ലാർജ്. ന്യൂക്ലിയസ് വലുതായത് കൊണ്ടാണ് ഒരു ന്യൂക്ലിയസ് ആൽഫ ഡികെ നടത്തുന്നത്. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ പ്രോസസ് നോക്കുക, ബീറ്റ ഡികെ. എന്താ ബീറ്റ ഡികെ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിശദീകരിച്ചു. എന്താണ് ഇവിടെ ഒരു emission of electron by neutron in nucleus changes the neutron to a proton. അല്ലെ, ന്യൂട്രോൺ പ്രോട്ടോണായി മാറുന്നു വിത്ത് ദി എമിഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ. അല്ലെ, ഇതാണ് പ്രോസസ്സ്. ഇനി ഇതിന്റെ റീസൺ, ഈ റീസൺ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ബീറ്റ ഡികെയുടെ റീസൺ? ന്യൂക്ലിയസ് ഹാസ് ടു മെനി ന്യൂട്രോൺസ് റിലേറ്റീവ് ടു ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഓക്കെ, പ്രോട്ടോൺ അപേക്ഷിച്ച് ന്യൂട്രോണിന്റെ എണ്ണം കൂടുതലാണെന്ന്. അല്ലെ, അപ്പൊ അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ബീറ്റ ഡികെയിൽ എന്താ സംഭവിക്കണേ? ന്യൂട്രോൺ ബിക്കംസ് എ പ്രോട്ടോൺ വിത്ത് ദ എമിഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ. അല്ലെ, ന്യൂട്രോൺ പ്രോട്ടോണായി മാറുന്നു. ന്യൂട്രോൺ പ്രോട്ടോണായി മാറണമെങ്കിൽ എന്താണ്? ന്യൂട്രോൺസ് കൂടുതലാണെന്ന്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ന്യൂക്ലിയസ് ഹാസ് ടു മെനി ന്യൂട്രോൺസ് റിലേറ്റീവ് ടു ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ക്ലിയർ? ഇനി അടുത്ത പ്രോസസ് ഇലക്ട്രോൺ ക്യാപ്ചർ. അതിലെന്താ സംഭവിക്കണത്? ഒരു പ്രോട്ടോൺ ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്ത് ന്യൂട്രോണായി മാറുന്നു. അല്ലെ, പ്രോട്ടോൺ ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്ത് ന്യൂട്രോണായി മാറുന്നു. പ്രോട്ടോൺ ന്യൂട്രോൺ ആവുന്നു. അല്ലെ, അതുകൊണ്ട് റീസൺ എന്താവും? ന്യൂക്ലിയസ് ഹാസ് ടു മെനി പ്രോട്ടോൺസ് റിലേറ്റീവ് ടു ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസിന്റെ എണ്ണം കൂടുതലാണ്. ക്ലിയർ? ഇനി അടുത്ത പ്രോസസ് പോസിട്രോൺ എമിഷൻ. ഇതും സെയിം റീസൺ ആണ്. അല്ലെ, ഇത് രണ്ടും സിമിലർ പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോൺ ക്യാപ്ചറും പോസിട്രോൺ എമിഷനും എന്താണ്? സെയിം പ്രോസസ് ആണ്. അതുകൊണ്ട് രണ്ടിന്റെയും റീസൺ എന്താണ്? സെയിം ആണ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഗാമ ഡികെ. ഗാമ ഡികെ എന്താണ്? എമിഷൻ ഓഫ് ഗാമ റേ റെഡ്യൂസസ് ദി എനർജി ഓഫ് എ ന്യൂക്ലിയസ്. അല്ലെ, ന്യൂക്ലിയസിന് എനർജി കൂടുതലാണ്. അതുകൊണ്ട് അതൊരു ഗാമ ഡികെ ഒരു ഗാമ റേനെ എമിറ്റ് ചെയ്യുന്നു. അല്ലെ, എന്താണ് റീസൺ? ന്യൂക്ലിയസ് ഹാസ് എക്സസ് എനർജി. അല്ലെ, ഇതാണ് ഈ പറഞ്ഞ 5 പ്രോസസ്സിന്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സ്പീഡ് കൂടുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം ഇതിനെ ബേസ് ചെയ്തുകൊണ്ട്. ക്വസ്റ്റ്യൻ ചെയ്താ, ദ ഹീലിയം ഐസോട്ടോപ്പ് ഹീലിയം 2-6 ഈസ് അൺസ്റ്റേബിൾ. വാട്ട് കൈൻഡ് ഓഫ് ഡികെ വുഡ് യു എക്സ്പെക്ട് ഇറ്റ് ടു അണ്ടർഗോ? നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്, ഹീലിയം 2-6 എന്താണ്? അൺസ്റ്റേബിൾ ആണ്. അപ്പൊ ഇത് എന്ത് ഡികെ മോഡ് നടത്തും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹീലിയം 2-6 നോക്കുക. ഇതിനകത്ത് എത്ര പ്രോട്ടോൺസ് ഉണ്ട്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ Z എന്താണ്? 2 ആണ്. ഓക്കെ, നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയാണ്? 6 - 2 = 4 ആണ്. അല്ലെ, അപ്പൊ 2 പ്രോട്ടോൺസ് ഉണ്ട്, 4 ന്യൂട്രോൺസ് ഉണ്ട്. അല്ലെ, അപ്പം പ്രോട്ടോൺസിനെ അപേക്ഷിച്ച് ന്യൂട്രോൺസിന്റെ എണ്ണം കൂടുതലാണ്. അല്ലെ, എന്താ പറഞ്ഞാൽ? ന്യൂക്ലിയസ് ഹാസ് ടു മെനി ന്യൂട്രോൺസ് റിലേറ്റീവ് ടു ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അല്ലെ, അപ്പൊ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ പ്രകാരം എന്താവും? ഇതിന് ന്യൂട്രോൺസിന്റെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യും? ബീറ്റ ഡികെ നടത്തും. അല്ലെ, അപ്പൊ എന്താവും? ഹീലിയം 2-6 എന്തായി മാറും? ബിക്കംസ് ബീറ്റ ഡികെ നടത്തി കഴിഞ്ഞാൽ എന്താവും? ഇത് Z+1 ആയാലും Z+1 എന്ന് പറഞ്ഞാൽ 2+1 എന്താവും? 3. അല്ലെ, 3 എന്ന് പറഞ്ഞാൽ ആരാണ്? ലിഥിയം ആണ്. അല്ലെ, ഇത് മാറില്ല. അല്ലെ, പ്ലസ് ഇലക്ട്രോൺ എന്ന് വരും. ക്ലിയർ ആണല്ലോ? എക്സ്പ്ലനേഷൻ ക്ലിയർ ആണല്ലോ? തൊട്ട് മുമ്പത്തെ ആ ഒരു ആർഗ്യുമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. അല്ലെ, ഹീലിയം 2-6 അൺസ്റ്റേബിൾ ആണ്. അല്ലെ, ഇതിനകത്ത് Z2 ആണ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ് 2 ആണ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് 4 ആണ്. 4 വളരെ കൂടുതലായതുകൊണ്ട് ന്യൂട്രോൺസിന്റെ എണ്ണം കൂടുതലാണ്. ന്യൂട്രോൺസിന്റെ എണ്ണം കൂടുതലായ എന്താവും? ന്യൂട്രോൺ ബിക്കംസ് പ്രോട്ടോൺ വിത്ത് ദ എമിഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ. അല്ലെ, ഇതെന്താ പ്രോസസ്? ബീറ്റ ഡികെ, നെഗറ്റീവ് ബീറ്റ ഡികെ. അല്ലെ, ന്യൂട്രോൺ മാറി പ്രോട്ടോൺ ആയി, അപ്പൊ Z+1 ആയി. അല്ലെ, അതുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതൊക്കെയാണ് എന്ത്? റേഡിയോ ആക്റ്റീവ് ഡികെ മോഡ്സ്. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ടേമാണ് ആക്ടിവിറ്റി. അപ്പൊ ഞാൻ ടെക്സ്റ്റ് കാണിക്കുന്നത് നിങ്ങൾക്ക് നോട്ടും കൂടെ എഴുതിയെടുക്കാനാണ്. ആക്ടിവിറ്റി ഓഫ് എ സാമ്പിൾ ഓഫ് എനി റേഡിയോ ആക്റ്റീവ് ന്യൂക്ലൈഡ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ന്യൂക്ലിയൈ ഓഫ് ഇറ്റ്സ് കൺസ്റ്റിറ്റ്യൂവന്റ് ആറ്റംസ് ഡികെ. അല്ലെ, റേറ്റ് ഓഫ് ഡികെ ഓഫ് കൺസ്റ്റിറ്റ്യൂവന്റ് ആറ്റംസ് ഈസ് കോൾഡ് എന്ത്? ആക്ടിവിറ്റി. അല്ലെ, ഇഫ് ഒരു സാമ്പിൾ ഉണ്ടെന്ന് കരുതുക, നമ്മുടെ അടുത്ത് ഒരു സാമ്പിൾ ഉണ്ടെന്ന് കരുതുക, അതിനകത്ത് n പാർട്ടിക്കിൾസ് ഉണ്ട് ഇനീഷ്യലി എന്ന് കരുതുക. ഓക്കെ, അപ്പൊ ആക്ടിവിറ്റി 6 കൊണ്ട് ഡിനോട്ട് ചെയ്യാം. 6 എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ഡികെ വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ച് ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയാന്ന് കാണിക്കാൻ എന്താവും? ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കും. ഓക്കെ, ഇതിനാണ് നമുക്ക് എന്താ പറയാ? ആക്ടിവിറ്റി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? എന്താ പറഞ്ഞത്? ദ റേറ്റ് അറ്റ് വിച്ച് ന്യൂക്ലിയൈ ഓഫ് ഇറ്റ്സ് കൺസ്റ്റിറ്റ്യൂവന്റ് ആറ്റംസ് ഡികെ. അല്ലെ, n എന്താണ്? ക്യാപിറ്റൽ N ഇസ് ദി നമ്പർ ഓഫ് ന്യൂക്ലിയൈ പ്രസന്റ് ഇൻ ദ സാമ്പിൾ അറ്റ് എ സെർട്ടൈൻ ടൈം. R ആക്ടിവിറ്റി. അപ്പൊ R = -dN/dt എന്ന് പറയാം. ഓക്കെ, ഇനി അതിന്റെ യൂണിറ്റ് എന്താണ്? ആക്ടിവിറ്റിന്റെ യൂണിറ്റ് ബെക്കറേലാണ്. എന്താണ്? ബെക്കറേൽ. അതിനെ BQ കൊണ്ട് ഡിനോട്ട് ചെയ്യും. 1 ബെക്കറേൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 DK/s. 1 ബെക്കറേൽ എന്ന് പറഞ്ഞാൽ
1 DK/s ആണ്. ഇനി ഈ ബെക്കുറേൽ എന്ന് പറഞ്ഞത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. ഒരു ന്യൂക്ലിയസ് 1 DK എന്നല്ല ഒരു സെക്കൻഡിൽ ഉണ്ടാവാം, മില്യൺസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ബെക്കുറേൽ എന്ന് പറഞ്ഞത് വളരെ ചെറിയൊരു മെഷർമെന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ട്രഡീഷണൽ യൂണിറ്റ് ഇതിനെന്ത് ചെയ്യും, മെഗാ ബെക്കുറേലിൽ MBQ അല്ലെങ്കിൽ ഗിഗാ ബെക്കുറേലിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, Q പിന്നെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. മെഗാ എന്ന് പറഞ്ഞാൽ 10⁶ ബെക്കുറേൽ, അല്ലെ ഗിഗ എന്ന് പറഞ്ഞാൽ 10⁹ ബെക്കുറേൽ, ഇങ്ങനെയൊക്കെ ഇതിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഈ പിന്നെ ആക്ടിവിറ്റിക്കുള്ള മറ്റൊരു യൂണിറ്റ് ആണ് ക്യൂരി. ഓക്കെ, ക്യൂരി എന്ന് പറഞ്ഞത് ആക്ടിവിറ്റിക്കുള്ള മറ്റൊരു യൂണിറ്റ് ആണ്. ക്യൂരി എന്നുള്ള CI കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ക്യൂരി ഇൻ ടേംസ് ഓഫ് ബെക്കുറേൽ എങ്ങനെയാണ്, ഈക്വൽ ടു 3.7 × 10⁻10 DK/s, അല്ലെങ്കിൽ എങ്ങനെ പറയാം, 3.7 × 10⁻10 ബെക്കുറേൽസ് എന്ന് പറഞ്ഞാൽ DK/s എന്ന് പറഞ്ഞാൽ ബെക്കുറേൽ അല്ലേ, അല്ലെങ്കിൽ എന്ത് ചെയ്താം 37 ഗിഗാ ബെക്കുറേൽ എഴുതാം, അല്ലെ 10⁻10 അതിന് ഒരു 10 എടുത്താൽ 37, 10⁹ എന്ന് പറഞ്ഞാൽ ഗിഗ, അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് ക്യൂരിയും ബെക്കുറേലും തമ്മിലുള്ള റിലേഷൻ. ക്ലിയർ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ ടൈമിനനുസരിച്ച് ആക്ടിവിറ്റീന്റെ ഒരു പ്ലോട്ട് വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു പിന്നെ സാമ്പിൾ, ഒരു ന്യൂക്ലിയർ സാമ്പിളിനെ ഒരു സ്ഥലത്ത് വെക്കുക. അപ്പോൾ എന്ത് ചെയ്യും, അത് അൺസ്റ്റേബിൾ ആണ്, അപ്പോൾ ഡീകേ ചെയ്യും. ഓക്കെ, അത് ഡീകേ ചെയ്യുമ്പം അതിന്റെ ടൈമും ആക്ടിവിറ്റിയും തമ്മിൽ നോട്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഗ്രാഫ് വരയ്ക്കുക. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിശ്ചിത സമയം കഴിയുമ്പോൾ അതിന്റെ ആക്ടിവിറ്റി പകുതിയാകുന്നത് കാണാൻ പറ്റും. ഓക്കെ, കൃത്യ സമയം കഴിയുമ്പം അതിന്റെ ആക്ടിവിറ്റി എന്താകും, പകുതിയാവുന്നത് കാണാൻ പറ്റും, അല്ലെ. ഇപ്പൊ ഈ ഒരു ഗ്രാഫ് ഒബ്സർവ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇനീഷ്യലി എന്താണ് ഇതിന്റെ ആക്ടിവിറ്റി 0 ആയപ്പോൾ ഇതിന്റെ ആക്ടിവിറ്റി ഇവിടെ ആയിരുന്നു. ഓക്കെ, 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആക്ടിവിറ്റി നേർ പകുതിയായി, ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ എത്തി, അല്ലെ, നേർ പകുതിയായി. വീണ്ടും 5 മണിക്കൂർ കഴിഞ്ഞപ്പം ഇതിന്റെ പകുതി എന്നാണ് ഇവിടെയാണ്, അല്ലെ, അവിടെ എത്തി. വീണ്ടും 5 മണിക്കൂർ കഴിഞ്ഞപ്പം ഇതിന്റെ പകുതി ഇവിടെ എത്തി, അല്ലെ. ആ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടൈമിനനുസരിച്ച് ആക്ടിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. എത്ര, പകുതിയായിട്ട്, അല്ലെ. ആ പർട്ടിക്കുലർ ടൈമിനെയാണ് എന്താ പറയുന്നത്, ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് അതിന്റെ ഡെഫിനിഷൻ നോക്കുക. എന്താണ് ഡെഫിനിഷൻ? ഹാഫ് ലൈഫ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ടൈം ആഫ്റ്റർ വിച്ച് ദ ആക്ടിവിറ്റി ഓഫ് എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലൈഡ് റെഡ്യൂസസ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. ഓക്കെ, നോക്കുക, ഇനീഷ്യലി ഇതിന്റെ ആക്ടിവിറ്റി R0 ആണെന്ന് കരുതുക. ഒരു സാമ്പിൾ നമ്മളിവിടെ വെച്ചു. ഓക്കെ, ഈ ഒരു സാമ്പിളിന്റെ ആക്ടിവിറ്റി R0 ആണെന്ന് കരുതുക. ഓക്കെ, ഇനി T½ സമയം കഴിഞ്ഞാൽ, T = T½ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആക്ടിവിറ്റി എന്തായി മാറും? ഈ സാമ്പിൾ പിന്നെ എന്താണെന്ന് കരുതുക, ഇതിന്റെ ആക്ടിവിറ്റി R0/2 ആയി മാറും. ഓക്കെ, ഇനീഷ്യലി ഉണ്ടായിരുന്ന R0 ആക്ടിവിറ്റി അതിന്റെ പകുതിയായ R0/2 ആവാൻ എടുത്ത സമയത്തിനാണ് എന്ത് പറയാ, ഹാഫ് ലൈഫ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഇത് ക്വാണ്ടിറ്റി അല്ല, എന്താണ്, ആക്ടിവിറ്റിയാണ്, അല്ലെ. ഇവിടെ ഉണ്ടായിരുന്ന ക്വാണ്ടിറ്റി, ഇതിപ്പോ 1 കിലോ ഉണ്ടായിരുന്നെങ്കിൽ അത് 1/2 കിലോ ആണുള്ള സമയമല്ല കേട്ടോ, ആക്ടിവിറ്റിയാണ് പറയുന്നത്. ക്ലിയർ? ഈ ആക്ടിവിറ്റിയും അതുപോലെ ടൈമും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ R = R0e⁻ -λt ആണ്. ഓക്കെ, എന്താ പറഞ്ഞത്? ഫ്രം ദി experimental studies, the relation between activity and time is given as R = R0e⁻ -λt. R എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ടിവിറ്റി അറ്റ് പ്രസന്റ്. R0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആക്ടിവിറ്റി. ലാംഡ എന്ന് പറഞ്ഞാൽ ഡിസ്ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ DK കോൺസ്റ്റന്റ് എന്നൊക്കെ പറയും. എന്താ പറയാ? ഡിസ്ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്, അല്ലെ, അല്ലെങ്കിൽ DK കോൺസ്റ്റന്റ് എന്നൊക്കെ പറയും ലാംഡ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഇതാണ് എന്ത്, ആക്ടിവിറ്റി അതുപോലെ ടൈമും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് T½ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാം, അല്ലെ. എന്താണ് നമ്മൾ പറഞ്ഞത്? അറ്റ് T = T½ ടൈം ഹാഫ് ലൈഫ് ആയി എഴുതുക, അല്ലെ, T½ ആയി എഴുതുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താവും, ആക്ടിവിറ്റി R becomes R0/2, അല്ലെ. അപ്പൊ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിൽ കൊടുക്കുക, അപ്പൊ ആക്ടിവിറ്റി എന്താവും, R0/2 ആവും, ഈക്വൽ ടു R0e⁻ λt½ എന്നാവും. അങ്ങനെയല്ലേ ആവുക, അല്ലെ. ഇവിടെ ടൈം, ഇവിടെ ഉണ്ടായിരുന്ന ടൈം T½ ആയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ആക്ടിവിറ്റി എന്താ, R0/2 ആവും. ഓക്കെ, അപ്പൊ R0 കട്ട് ചെയ്ത് പോകും, അല്ലെ. അപ്പൊ എന്താവും, ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പൊ 1/2ന്റെ റെസിപ്രോക്കൽ 2 ഈക്വൽ ടു ഇതിന്റെ റെസിപ്രോക്കൽ എന്താവും, e⁻λt½ എന്നാവും, അല്ലെ. മൈനസ് പോയി. ക്ലിയർ ആണല്ലോ? ഇനി എന്ത് ചെയ്യുക, ഇതിന് എക്സ്പോണൻഷ്യൽ അപ്ലൈ ചെയ്യുക. അപ്പൊ ലോഗരിതം അപ്ലൈ ചെയ്യുക. അപ്പൊ log2 ഈക്വൽ ടു log e⁻ സംതിങ് എന്ന് പറഞ്ഞാൽ എന്താവും, അവിടെ ആവും λt½ ആവും, അല്ലെ. കാരണം log e⁻x എന്ന് പറഞ്ഞാൽ എന്താണ്, x ആണ്.
ഓക്കെ, അപ്പോൾ ലാംഡ ടി ഹാഫ് ആയി. നമുക്ക് ടി ഹാഫിനുള്ള എക്സ്പ്രഷനാണ് കണ്ടേ. therefore ടി ഹാഫ് ഈക്വൽ ടു log 2 ബൈ ലാംഡ അല്ലേ. log 2 എന്ന് പറഞ്ഞാൽ 0.693 ആണ് ബൈ ലാംഡ എന്ന് കിട്ടും. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്. ടി ഹാഫ് ഈക്വൽ ടു 0.693 ബൈ ലാംഡ. ഓക്കെ, ഇതിന് തിരിച്ചും റിലേഷൻ ഉണ്ടാക്കാം. ലാംഡ ഈക്വൽ ടു 0.693 ബൈ ടി ഹാഫ് എന്ന് പറയാം. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് റിലേഷൻ ഉണ്ടാക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് റിലേഷൻ ഉണ്ടാക്കാം. ഓക്കെ, ഇനി ഇതിനെ തന്നെ നമുക്ക് നമ്പർ ഓഫ് ന്യൂക്ലിയർ ടേംസിൽ ഒന്ന് ഡെറൈവ് ചെയ്തെടുക്കാം, ഇത്തരത്തിലൊരു ഫോർമുല. ഓക്കെ, നമുക്ക് ഒരു സാമ്പിൾ ഉണ്ടെന്ന് എഴുതാം. അതിനകത്ത് ഇനീഷ്യലി N0 പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു എഴുതാം. ഓക്കെ, ഇഫ് N0 ഈസ് ദി ഇനീഷ്യൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ, ഇൻ ദി സാമ്പിൾ. ഓക്കെ, എന്നിട്ട് DT ടൈം കഴിഞ്ഞ് എഴുതാം. DT ടൈം കഴിഞ്ഞപ്പം DN പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു, ഡീകേ ചെയ്തു പോയി. ഇഫ് DN ഈസ് ദി നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഡീക്കേഡ് ഇൻ DT ടൈം. ഓക്കെ, നോക്കുക, ഇവിടെ ഒരു സാമ്പിൾ ഉണ്ടായിരുന്നു. അതിനകത്ത് N0 പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. DT സമയം കഴിഞ്ഞ് പോയപ്പോൾ DN പാർട്ടിക്കിൾസ് ഡീകേ ചെയ്തു പോയി. ബാക്കി N പാർട്ടിക്കിൾസ് ഉണ്ട്. N ഈസ് ദി നമ്പർ ഓഫ് ന്യൂക്ലിയൈ റിമൈനിങ്, അല്ലെങ്കിൽ N ഈസ് ദി നമ്പർ ഓഫ് അൺഡീക്കേഡ് ന്യൂക്ലിയൈ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻ ഈസ് ഒബ്റ്റൈൻഡ് ആസ് DN ഈക്വൽ ടു മൈനസ് N ലാംഡ DT. DN ഈക്വൽ ടു മൈനസ് N ലാംഡ DT എന്നുള്ളൊരു റിലേഷൻ വെച്ചിട്ട് നമുക്കിത് ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റും. ഇനി ഇത് നോക്കുക, അതൊരു വേരിയബിൾ സെപ്പറബിൾ ഇക്വേഷൻ ആണ് അല്ലെ, വേരിയബിൾ സെപ്പറബിൾ ഫോം ആണ്. നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടെത്താം. എങ്ങനെയാ, DN ബൈ N ഈക്വൽ ടു മൈനസ് ലാംഡ DT. ഓക്കെ, ഇനി എന്താ ചെയ്യുക, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലെ. ഇനീഷ്യലി എത്ര പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു, N0 അല്ലെ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്, N പാർട്ടിക്കിൾസ് റിമെയിൻഡ് അല്ലെ. അതുപോലെ ടൈം 0 മുതൽ T വരെ ടൈം പോയി എന്ന് എഴുതുക. ഓക്കെ, ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക. DN ബൈ N എന്ന് പറഞ്ഞാൽ എന്താവും, ലോഗ് N ആവും അല്ലെ. ലിമിറ്റ് എന്താണ്, N0 ടു N ആവും, ഈക്വൽ ടു മൈനസ് ലാംഡ. ഇന്റഗ്രൽ DT എന്ന് പറഞ്ഞാൽ എന്താണ്, T ആണ്. ലിമിറ്റ് കൊടുത്താൽ എന്താവും, മൈനസ് ലാംഡ T എന്നാവും. ക്ലിയർ അല്ലേ, അങ്ങ് കൊടുത്തു. ഇനി ജസ്റ്റ് ഈ ഇന്റഗ്രേഷൻ സോൾവ് ചെയ്യാം. അപ്പം എന്ത് വരും, ലോഗ് N മൈനസ് ലോഗ് N0 ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ T എന്ന് വരും. ലോഗ് A മൈനസ് ലോഗ് B ആണ്. അപ്പം എന്താ വരും, ലോഗ് A ബൈ B എന്നുള്ളത് എഴുതാം അല്ലെ. ലോഗ് N ബൈ N0 ഈക്വൽ ടു മൈനസ് ലാംഡ T എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ എക്സ്പോണൻഷ്യൽ അപ്ലൈ ചെയ്യാം. അപ്പുറത്തും ഇപ്പുറത്തും അപ്ലൈയിങ് എക്സ്പോണൻഷ്യൽ. അപ്പോൾ ഇ റൈസ് ടു ലോഗ് N ബൈ N0 എന്ത് വരും, N ബൈ N0 എന്ന് വരും, ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ T എന്ന് വരും. എന്താ ഉപയോഗിച്ചത്, ഇ റൈസ് ടു ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ആണ്. ഓക്കെ, therefore N ഈസ് ഈക്വൽ ടു N0 ഇ റൈസ് ടു മൈനസ് ലാംഡ T എന്ന് കിട്ടും അല്ലേ. ഇതെന്താണ്, നമ്പർ ഓഫ് അൺഡീക്കേഡ് ന്യൂക്ലിയൈ ആഫ്റ്റർ ടൈം T ഈസ് ഈക്വൽ ടു N0 ഇ റൈസ് ടു മൈനസ് ലാംഡ T. നമുക്ക് ശരിക്കും നേരത്തെ ഒബ്റ്റൈൻ ചെയ്ത് അതേപോലത്തെ റിലേഷനാണ്. എന്താണ്, R ഈക്വൽ ടു R0 ഇ റൈസ് ടു മൈനസ് ലാംഡ T അല്ലേ. ആക്ടിവിറ്റീൻ്റെ ടേംസിൽ കിട്ടിയ അതേപോലത്തെ ഇക്വേഷനാണ് ഇതും. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ക്ലിയർ. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് പ്രോബ്ലംസ് വേണമെങ്കിൽ നോക്കാം. ഒരു ക്വസ്റ്റൻ ഇതാണ്, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ 60% ഓഫ് എ സാമ്പിൾ ഓഫ് റാഡോൺ ടു ഡീകേ. ഒരു റാഡോൺ സാമ്പിൾ തന്നിട്ടുണ്ട്. ഓക്കെ, അത് 60% ഡീകേ ചെയ്ത് പോകാനെടുത്ത സമയം എത്രയാണെന്ന് ചോദിച്ചാൽ, അപ്പോൾ T ആണ് നമുക്ക് കാണണ്ടേ. ഗിവൺ ഹാഫ് ലൈഫ് ഓഫ് റാഡോൺ ഇസ് ഈക്വൽ ടു 3.82 days. ഓക്കെ, അപ്പോൾ നോക്കുക, നമുക്ക് 60% ഡീകേ ചെയ്ത് പോകണം. അപ്പോൾ ഇനീഷ്യലി N0 ഉണ്ടായിരുന്നു എന്ന് കരുതുക. അപ്പോൾ നമുക്ക് ആ റിലേഷൻ വെച്ചിട്ട് N ബൈ N0 ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ T എന്ന എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഇതിൽ നിന്ന് Tക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കുക. ഓക്കെ, അതെങ്ങനെ ഉണ്ടാക്കാം, ഇവിടെ നമ്മൾ ലോഗരിതം അപ്ലൈ ചെയ്താൽ മതി. N ബൈ N0 ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ T അല്ലേ. ലോഗരിതം അപ്ലൈ ചെയ്താൽ ലോഗ് N ബൈ N0 ഈക്വൽ ടു ലോഗ് ഇ റൈസ് ടു ലാംഡ T എന്ന മൈനസ് ലാംഡ T എന്ന് വരും അല്ലേ. ചെയ്യണോ, നമുക്ക് N ഈക്വൽ ടു N0 ഇ റൈസ് ടു മൈനസ് ലാംഡ T. നമുക്ക് ടൈമിന് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ നിന്ന് N ബൈ N0 ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ലാംഡ T എന്ന് എഴുതാം. ഇതിന്റെ റെസിപ്രോക്കൽ ഇട്ടാൽ N0 ബൈ N ഈക്വൽ ടു ഇ റൈസ് ടു ലാംഡ T എന്ന് എഴുതാം. ലോഗരിതം അപ്ലൈ ചെയ്താൽ ലോഗ് N0 ബൈ N ഈക്വൽ ടു ഇ റൈസ് ടു ലോഗ് ഇ റൈസ് ടു ലാംഡ T എന്താ, ലാംഡ T എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ ചെയ്യാണ്. അപ്പോൾ നമുക്ക് T ക്ക് വേണ്ടേ, T ഈക്വൽ ടു 1 ബൈ ലാംഡ ഇൻറ്റു ലോഗ് N0 ബൈ N കിട്ടും. ഓക്കെ, ഇനി ലാംഡ ഈക്വൽ ടു 0.693 ബൈ T ഹാഫ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് T ഈക്വൽ ടു എന്ത് വരും, 1 ബൈ ലാംഡയാണിത്. അപ്പോൾ T ഹാഫ് ബൈ 0.693 ഇൻറ്റു ലോഗ് N0 ബൈ N എന്ന് വരും. ക്ലിയർ. ഇനി
ടി ഈക്വൽ ടു ടി ഹാഫ് എത്രയാണ്? ഇത് നമുക്ക് ടൈം ഡേയ്സിൽ കിട്ടാൻ വേണ്ടിയിട്ട് ടി ഹാഫിന് 3.82 ഡേയ്സ് തന്നെ ഇടുക. ഡിവൈഡഡ് ബൈ 0.693 ഇടാം ഇൻറ്റു ലോഗ്. ഇനി നോക്കാം, നമുക്ക് എന്ത് ടൈമാണ് കണ്ടേ? ഇതിന്റെ 60% ഡീകേ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ളത് അല്ലേ? 60% ഡീകേ ചെയ്ത് പോകണം അല്ലേ? അപ്പൊ ഇനീഷ്യലി N0 പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൈനിങ് പാർട്ടിക്കിൾസ് ആണ്. ഇതിവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്ന് പറഞ്ഞാൽ റിമൈനിങ് പാർട്ടിക്കിൾസ്. 60% ഡീകേ ചെയ്ത് പോയാൽ ബാക്കി എത്ര ഉണ്ടാവുക? 40% അല്ലേ? എന്തിന്റെ? ഇനീഷ്യലിന്റെ. അപ്പൊ അത് n എന്ന് പറഞ്ഞാൽ എന്താണ്? 40/100 ഇൻറ്റു N0 എന്നാവും. ഇതാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഇത് മാത്രമേ ഉള്ളൂ ഇതിൽ. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലായോ? 60% ഡീകേ ചെയ്ത് പോകേണ്ട സമയമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് റിമൈനിങ് ആണ്. 60% ഡീകേ ചെയ്താൽ ബാക്കി 40% ഉണ്ടാവുള്ളൂ. 40% എന്ന് പറഞ്ഞാൽ 40/100 എന്തിന്റെ? ഇനീഷ്യലിന്റെ. അപ്പൊ N0 കട്ട് ചെയ്ത് പോയി. ബാക്കി എന്ത് വരും? 3.82 ഡേയ്സ് ബൈ 0.693 ഇൻറ്റു ലോഗ് ഇതെന്ത് വരും? 100/14 വരും അല്ലേ? ഇത് സോൾവ് ചെയ്യാം. അങ്ങനെ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ കാണിച്ച പോലെ 5.05 ഡേയ്സ് എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇതാണ് മറ്റൊരു പ്രോബ്ലം. ഇനി അതിൽ പഠിക്കാനുള്ള മറ്റൊരു സാധനമാണ് മീൻ ലൈഫ് ടൈം. മീൻ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു സാമ്പിൾ നമ്മളിവിടെ വെച്ച് കരുതുക. അത് ഫുള്ളായിട്ട് ഡീകേ ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നുള്ളതാണ് അല്ലേ? അതിനാണ് മീൻ ലൈഫ് ടൈം. അത് ആവറേജ് വാല്യൂ അല്ലേ? അത് എത്രയാണ്? ടി ഹാഫ് ഈക്വൽ ടു 1/λ. ഓക്കെ, ഇതാണ് ഇതിനുള്ള ഫോർമുല. ടി മീൻ ഈക്വൽ ടു 1/λ മീൻ ലൈഫ് ടൈം. ഓക്കെ, ഇതും ടി ഹാഫും ഡിഫറെന്റ് ആണ്. ടി ഹാഫ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി പകുതിയായി എടുത്ത സമയം. ഇതെന്ന് പറഞ്ഞാൽ ആ സാമ്പിളിന്റെ മൊത്തം സമയം അല്ലേ? അതിന്റെ ആയുസ് എന്നൊക്കെ പറയാം, മീൻ ലൈഫ് ടൈം എന്നൊക്കെ പറയാം. ക്ലിയർ? ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രോബ്ലം ആണ് നോക്കുക. ഫൈൻഡ് ദ ആക്ടിവിറ്റി ഓഫ് 1 milligram ഓഫ് റാഡോൺ Rn222 whose atomic mass is 222 U. ഓക്കെ, കുറച്ചൊരു ട്വിസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ഒരു സാമ്പിൾ ഉണ്ട് റാഡോൺ തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. അതിന്റെ എത്ര ഉണ്ട്? 1 milligram ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ആക്ടിവിറ്റി കാണാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കുക, ആക്ടിവിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ R ഈക്വൽ ടു -dN/dt ആയിരുന്നു അല്ലെ? ടൈം ഫോർ ഡീകേ അല്ലെ? ഡീകേ ചെയ്യാനുള്ള റേറ്റ് ഓഫ് ഡീകേ, അതാണ് എന്ത് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ തൊട്ടുമ്പേ പറഞ്ഞു N ഈക്വൽ ടു N0 e⁻λt എന്ന് പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ R ഈക്വൽ ടു -d/dt ഓഫ് N വരെ കൊടുക്കുക N0 e⁻λt കൊടുത്തു കഴിഞ്ഞാൽ R ഈക്വൽ ടു N0 ഇൻറ്റു e⁻λt വരും, e⁻λt വരും ഇൻറ്റു -λ എന്ന് വരും വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ? ദാറ്റ് മീൻസ് R ഈക്വൽ ടു പോയി ലാംഡ ഇൻറ്റു N0 e⁻λt എന്ന് വരും. എന്താണ് N0 e⁻λt എന്ന് പറഞ്ഞാൽ? N ആണ്. therefore R ഈക്വൽ ടു ലാംഡ ഇൻറ്റു N, അല്ലെങ്കിൽ ആക്ടിവിറ്റി ഈക്വൽ ടു N ലാംഡ എന്നുള്ളൊരു ഇക്വേഷനും ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതും റിമെമ്പർ ചെയ്ത് വെക്കേണ്ട ഒരു റിലേഷനാണ് കേട്ടോ. അപ്പോൾ നോക്കാം, ഇവിടെ നോക്കാം, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിനകത്ത് നോക്കാം, നമുക്ക് ആദ്യം എന്ത് കാണണം? ലാംഡ കാണണം. ലാംഡ നമുക്ക് സെക്കൻഡിൽ കാണണം. നമ്മൾ ഡേയ്സിൽ നേരത്തെ കണ്ടിട്ടുണ്ട്. എന്താണ് ലാംഡ? 0.693/t ഹാഫ്. ടി ഹാഫ് നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടില്ലേ? അപ്പോൾ 0.693/t ഹാഫ് 3.8 ഡേയ്സ് ആണ്. 3.8 ഡേയ്സിനെ നമുക്ക് എന്ത് ചെയ്യണം? സെക്കൻഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇത് കിട്ടണേ നമുക്ക് എന്ത് വേണം? SI യൂണിറ്റിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കുക, 3.8 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 3.8 ഇൻറ്റു 24 ഇൻറ്റു 60 ഇൻറ്റു 60. അപ്പോൾ 24 ഇൻറ്റു 60 ഇൻറ്റു 60ന്റെ വാല്യൂ ആണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2.11 ഇൻറ്റു 10⁻⁶ പെർ സെക്കൻഡ് കിട്ടും ലാംഡ. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് ട്വിസ്റ്റ് ആയിട്ടുള്ള സാധനം എന്താണെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 1 milligram ഓഫ് റാഡോൺ ആണ്. ഓക്കെ, റാഡോൺ ആറ്റം ഉണ്ടല്ലോ, അതിന്റെ റാഡോൺ 222 എന്ന് പറഞ്ഞതിന്റെ 1 milligram സാധനം തന്നിട്ടുണ്ട്. അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ട് എന്ന് അറിയണം അല്ലേ? കാരണം ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? N ലാംഡയാണ്. ആക്ടിവിറ്റി R ഈക്വൽ ടു N ലാംഡ. ലാംഡ നമ്മൾ കണ്ടു. N എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് അല്ലെ? അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ആണ്. അതെങ്ങനെയാ കാണുക? നോക്കുക, ഇതിന്റെ മൊത്തം മാസ് എത്രയും? 1 milligram. 1 milligram എന്ന് പറഞ്ഞാൽ 1 × 10⁻⁻⁶ കിലോഗ്രാം അല്ലേ? ഡിവൈഡഡ് ബൈ ഒരാളുടെ മാസ് എത്രയും?
എത്രയാണ് ഒരാളുടെ മാസ് 222 u. അതിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് കിട്ടും. ഇത് വ്യക്തമാവാത്തവർക്ക് ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ അടുത്ത് ബോൾസ് ഉണ്ട്. ഓക്കെ, ബോളുകളുണ്ട്, കുറേ ബോളുകൾ. ഓക്കെ, ഒരു ബോളിന്റെ മാസ് 100 ഗ്രാമാണ്. ഒരു ബോളിന്റെ മാസ് 100 ഗ്രാമാണ്. അതുപോലെ ഇതിന്റെ മാസ് എന്താണ്? 100 ഗ്രാമാണ്. ഓക്കെ, നമ്മുടെ അടുത്ത് 4 കിലോഗ്രാം ബോൾ തന്നു കരുതുക. ഒരാൾ നമ്മുടെ അടുത്ത് 4 കിലോഗ്രാം ബോൾ തന്നു കരുതുക. അപ്പൊ ഇതിൽ എത്ര ബോൾസ് ഉണ്ടെന്ന് എങ്ങനെ കാണാം? 4 കിലോഗ്രാം ഡിവൈഡഡ് ബൈ 100 ഗ്രാം ചെയ്താൽ മതി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ബോൾസ് കിട്ടും അല്ലേ? അതേ ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് 1 മില്ലിഗ്രാം ആണ് എന്ത് തന്നിട്ടുള്ളത്? മൊത്തം ആറ്റംസ് വന്നിട്ടുള്ളത്. അതിൽ ഒരാളുടെ മാസം എത്രയാണ്? 222 u. ആ യുവിനെ 1.66 × 10⁻27 ഇട്ടാൽ കിലോഗ്രാമിൽ കിട്ടും. അപ്പൊ മൊത്തം നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും. അത് കിട്ടി. 6. അപ്പൊ എങ്ങനെ കാണാം? R = λn കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്രയും പ്രോബ്ലംസ് മതിയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് കൺസർവേഷൻ ലോസ് ഇൻ റേഡിയോ ആക്റ്റീവ് ഡീക്കേസ്. സിമ്പിളായിട്ടുള്ളതാണ്. ജസ്റ്റ് പിന്നെ എന്താ പറയുക, റഫ് ഐഡിയ ഉണ്ടാക്കിയാൽ മതി ഇതിനെക്കുറിച്ച്. ഏതൊരു റിയാക്ഷനിൽ എന്താണ് കുറച്ച് കൺസർവേഷൻ ലോസ് കീപ്പ് ചെയ്യണത് നിർബന്ധമാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ ഈ കെമിക്കൽ ഫോർമുല ബാലൻസ് ചെയ്യുന്ന പോലെ എനർജി, മാസ് പോലുള്ള സ്പിന്ന് പോലുള്ള കാര്യങ്ങൾ കൺസേർവ് ആയിരിക്കണം നിർബന്ധമാണ്. അതിനകത്ത് ആദ്യം പറയുന്നത് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസർവേഷൻ ലോ എന്താണ്? എനർജി തന്നെയാണ്. A nucleus X decays into a lighter nuclei X dash with the emission of one or more particles we can collectively call X. അതായത് എക്സ് എന്ന് പറഞ്ഞൊരു ന്യൂക്ലിയസ് എന്ത് ചെയ്യാണ്? ഡീക്കേ ചെയ്ത് എക്സ് ഡാഷ് എന്ന് പറഞ്ഞൊരു ന്യൂക്ലിയസും പ്ലസ് സ്മാൾ ലെറ്റർ എക്സ് എന്ന് പറഞ്ഞ കുറച്ച് പാർട്ടിക്കിൾസുമായിട്ട് ഡീക്കേ ചെയ്ത് പോകാമെന്ന് എഴുതുക. അങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സസ് എനർജി നമ്മൾ പറയുന്ന പേരാണ് ക്യൂ വാല്യൂ. ഓക്കെ, അപ്പോൾ എത്ര വരിക? ക്യൂ ഈക്വൽ ടു മാസ് ഓഫ് എക്സ് മൈനസ്, അതായത് മാസ് ഓഫ് ഇനീഷ്യൽ ന്യൂക്ലിയൈ മൈനസ് മാസ് ഓഫ് ഫൈനൽ ന്യൂക്ലിയൈ ഇൻറ്റു C² എന്ന് പറഞ്ഞ ആ ഫോർമുല തന്നെ ആണെന്ത്? ക്യൂ വാല്യൂ എന്ന് പറയുന്നത് അല്ലേ? മാസ് ഓഫ് ഇനീഷ്യൽ ന്യൂക്ലിയൈ മാസ് ഓഫ് എക്സ് അല്ലേ, ഇതിൻ്റെ മാസ് മൈനസ് മാസ് ഓഫ് എക്സ് ഡാഷ് പ്ലസ് മാസ് ഓഫ് എക്സ് അല്ലേ ഇൻറ്റു C² എന്ന് പറയും. ഇതാണ് ക്യൂ വാല്യൂ എന്ന് പറയാം അല്ലേ? ഇനി ദ ഡീകേ ഈസ് പോസിബിൾ ഓൺലി ഇഫ് ദിസ് ക്യൂ വാല്യൂ ഈസ് പോസിറ്റീവ് അല്ലേ? ക്യൂ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ റിയാക്ഷൻ നടക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് എക്സ്ട്രാ എനർജി കൊടുക്കേണ്ടി വരും അല്ലേ? The excess energy Q appears as the kinetic energy of the decay products അല്ലേ? അതായത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത പാർട്ടിക്കിൾസ് ആയിരിക്കണം എക്സ് ഡാഷും എക്സും ആണ്. ഇവരുടെ കൈനറ്റിക് എനർജി ആയിട്ടാണ് അത് ഉണ്ടാവുക അല്ലേ? അതുകൊണ്ടാണ് Q ഈക്വൽ ടു കെ എക്സ് ഡാഷ് പ്ലസ് കെ എക്സ്. കെ സ്റ്റാൻഡ്സ് ഫോർ കൈനറ്റിക് എനർജി അല്ലേ? അവരുടെ കൈനറ്റിക് എനർജി ആയിട്ട് പോകുന്നു. ജസ്റ്റ് എനർജി കൺസേർവ്ഡ് ആണ് ഏതൊരു റിയാക്ഷനകത്തും. രണ്ടാമത്തെ കൺസർവേഷൻ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം അല്ലേ? ഒരു പ്രോസസ്സിൽ ലീനിയർ മൊമെൻറ്റം ഷുഡ് ബി കൺസേർവ്ഡ് ഇഫ് ഇനീഷ്യലി ദ ഡീക്കേയിങ് ന്യൂക്ലിയസ് ഈസ് അറ്റ് റെസ്റ്റ്. അതായത് ഇനീഷ്യലി എക്സ് എന്ന് പറഞ്ഞ അയാൾ റെസ്റ്റിലായിരിക്കും അല്ലേ? അയാൾ എന്ത് ചെയ്യാണ്? ഇയാൾ എക്സ് ഡാഷ് എന്ന് പറഞ്ഞ ഒരാളായിട്ടും അതുപോലെ സ്മാൾ ലെറ്റർ എക്സ് എന്ന് പറഞ്ഞ ഒരാളായിട്ടും സ്പ്ലിറ്റ് ചെയ്ത് പോവാണ് അല്ലേ? അപ്പം ശരിക്കും ഇനീഷ്യലി മൊമെൻ്റ് എത്രയാണ്? 0 ആണ് അല്ലേ? ഫൈനൽ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ വേണേ? എക്സ് ഡാഷിനും അതുപോലെ എക്സിനും അല്ലേ? അപ്പം ഇങ്ങനെയാണ് ആ റിയാക്ഷൻ വരിക. അതായത് പി എക്സ് ഡാഷ് പ്ലസ് പി എക്സ് ഈക്വൽ ടു 0. ഇതാണ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ കൺസർവേഷൻ. ഇനി കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ദ ടോട്ടൽ സ്പിൻ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ഇനീഷ്യൽ പാർട്ടിക്കിൾ ബിഫോർ ദ ഡീകേ മസ്റ്റ് ബി ഈക്വൽ ടു ദ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് ആൾ ദ പ്രൊഡക്ട്സ് പാർട്ടിക്കിൾ ആഫ്റ്റർ ഡീകേ. അതായത് ആംഗുലർ മൊമെൻറ്റം കൺസേർവ്ഡ് ആവണം. അടുത്ത കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജ് നിർബന്ധമായിട്ടും കൺസേർവ്ഡ് ആവണം. ഓക്കെ, ദിസ് ഈസ് ദ ഫണ്ടമെൻ്റൽ പാർട്ട് ഓഫ് ആൾ ദ ഡീകേ അല്ലേ? ഏതൊരു റിയാക്ഷനകത്തും ചാർജ് കൺസേർവ്ഡ് ആണ്. ദ ടോട്ടൽ നെറ്റ് ഇലക്ട്രിക് ചാർജ് ബിഫോർ ദ ഡീകേ മസ്റ്റ് ബി ഈക്വൽ ടു ദ നെറ്റ് ചാർജ് ആഫ്റ്റർ ദ ഡീകേ. ഓക്കെ, ഇനി ലാസ്റ്റ് കൺസർവേഷൻ ഓഫ് ന്യൂക്ലിയോൺ നമ്പർ. ന്യൂക്ലിയോൺ നമ്പർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ആദ്യം മനസ്സിലാക്കുക. അതായത് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മൊത്തം നമ്പേഴ്സിനാണ് നമ്മൾ ന്യൂട്രോൺ നമ്പർ എന്ന് പറയുന്നത് അല്ലേ? ന്യൂക്ലിയോൺ നമ്പർ എന്ന് പറയുന്നത് അല്ലേ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസിനെ പറയുന്നവരാണ് ന്യൂക്ലിയോൺ നമ്പർ. അത് ഒരു റിയാക്ഷനിൽ ഇപ്പുറത്തും അപ്പുറത്തുള്ള സെയിം ആയിരിക്കണം. ഇനി ഡീകേ പ്രോസസ്സിൽ ഇപ്പോൾ പുതിയ പാർട്ടിക്കിൾസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാം, ഒരു പ്രോട്ടോൺ കുറയാം, ഒരു ന്യൂട്രോൺ കുറയാം, പക്ഷേ എഫക്റ്റീവ്ലി എന്തായിരിക്കണം? അത് സെയിം ആയിരിക്കണം. ഓക്കെ, ഇൻ സം ഡീകേ പ്രോസസ് we can create particles such as photons, protons, etc. which did not exist before decay occurred അല്ലേ? അതായത് റിയാക്ഷന് മുമ്പ് ഉണ്ടായിരുന്ന ഫോട്ടോൺസും ഇലക്ട്രോൺസും ഒക്കെ ഒരു റിയാക്ഷനിൽ ഉണ്ടായേക്കാം. പക്ഷേ എങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലും the nature does not permit to create or destroy protons and neutrons. ന്യൂട്രോൺസിനെയും പ്രോട്ടോൺസിനെയും ക്രിയേറ്റ് ചെയ്യാനും ഡെസ്ട്രോയ് ചെയ്യാനൊന്നും പറ്റില്ല അല്ലേ? അത് ബാലൻസ്ഡ് ആയിരിക്കണം.
അല്ലേ? ആൾദോ ഇൻ സർട്ടൻ ഡീകെ പ്രോസസ് വി ക്യാൻ കൺവേർട്ട് ന്യൂട്രോൺസ് ഇൻറ്റു പ്രോട്ടോൺസ് ഓർ പ്രോട്ടോൺസ് ഇൻറ്റു ന്യൂട്രോൺസ്. ഇപ്പോൾ ബീറ്റ ഡീകെ പറയുക വെച്ചാൽ പ്രോട്ടോൺ ന്യൂട്രോൺ ആവാറുണ്ട്, പോസിറ്റീവ് ബീറ്റ ഡീകെ വെച്ചാൽ തിരിച്ചു പോകാറുണ്ട്. ദ ടോട്ടൽ ന്യൂക്ലിയോൺ നമ്പർ എ ഡസ് നോട്ട് ചേഞ്ച് ഇൻ എ ഡീകെ പ്രോസസ് ഓർ റിയാക്ഷൻ പ്രോസസ്. ഓക്കെ, ഒരു പ്രോസസ്സിൽ എങ്ങനെ ആയിക്കഴിഞ്ഞാലും പ്രോട്ടോൺ നമ്പറും ന്യൂട്രോൺ നമ്പറും സെയിം ആയിരിക്കണം. നമ്മൾ ഏതൊരു റിയാക്ഷൻ എടുത്താലും ആൽഫ ഡീകെ ആയാലും ബീറ്റ ഡീകെ ആയാലും ഗാമ ഡീകെ ആയാലും ഏതൊരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാലും അത് സെയിം ആയിരിക്കണം എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ പ്രോട്ടോൺ ഗീവ്സ് ന്യൂട്രോൺ പ്ലസ് പോസിട്രോൺ പ്ലസ് ന്യൂട്രിനോ, അല്ലേ? ഇങ്ങനെ ഒരു റിയാക്ഷൻ എഴുതുക. ഇതിനകത്ത് ഇവിടെ നമ്പർ ഓഫ് ന്യൂക്ലിയോൺ 1 ആണ്, ഇവിടെ നമ്പർ ഓഫ് ന്യൂക്ലിയോൺ 1 ആണ്. ആ റിയാക്ഷൻ നിർബന്ധമായിട്ടും ബാലൻസ്ഡ് ആയിരിക്കണം. അതുപോലെ XAZ എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിൾ ആൽഫ പാർട്ടിക്കിളിനെ എമിറ്റ് ചെയ്യാൻ എഴുതുക. അപ്പോൾ ഹീലിയം 24 ആണ്, അല്ലേ? പ്ലസ് എന്താവും YA-4 Z-2 ആവും, അല്ലേ? ഇവിടെയും നമ്മൾ പ്രോട്ടോൺ നമ്പറും ന്യൂട്രോൺ നമ്പറും നോക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം നമ്പർ A ആണ്, അല്ലേ? ഇവിടെ നമ്പർ മൊത്തം എത്ര? A-4 + 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? A ആണ്, അല്ലേ? ഇവിടെ മൊത്തം നമ്പർ പ്രോട്ടോൺ നമ്പർ Z ആണ്, ഇവിടെ Z-2 + 2 അതും ബാലൻസ്ഡ് ആയിരിക്കും. ഓക്കെ, ആ ഒരു സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റ്. അപ്പോൾ കൺസർവേഷൻ ലോസ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്ത് പോയൊരു ഭാഗമുണ്ട്, ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ സെപ്പറേഷൻ എനർജീസ് എന്ന് പറഞ്ഞൊരു ഭാഗം. അത് ഡിസ്കസ് ചെയ്തിട്ട് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. അതായത് നമ്മളൊരു ന്യൂക്ലിയസിൽ നിന്നും ഒരു പ്രോട്ടോണിനെയോ ന്യൂട്രോണിനോ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര എനർജി ആവശ്യമാണ് എന്നുള്ളതാണ്. സാധാരണ നമ്മളിപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടില്ലേ, അല്ലേ? ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റം എങ്ങനെ ഉണ്ടെന്ന് എഴുതുക, അല്ലേ? എന്നിട്ട് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്, ഇതിൻ്റെ പുറത്ത് എന്തുണ്ട്? ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജി നമ്മൾ അയോണൈസേഷൻ എനർജി എന്ന് പറയാം, അല്ലേ? ഇനിയിപ്പോൾ വേറെ ആറ്റംസ് ഉണ്ടെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുള്ളത്. അതുപോലെ ലീസ്റ്റ് ബൗണ്ട് ആയിട്ടുള്ള ന്യൂട്രോണോ പ്രോട്ടോണോ റിമൂവ് ചെയ്യാനുള്ള എനർജിയാണ് ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ സെപ്പറേഷൻ എനർജി. സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസ് തന്നെ വെച്ചിട്ടാണ് ഇവിടെ തുടങ്ങുന്നത്. ഇഫ് യു ആഡ് അയണൈസേഷൻ എനർജി 13.6 ഇലക്ട്രോൺ വോൾട്ട്, അല്ലേ? ഹൈഡ്രജൻ ആറ്റത്തിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഒരു ഇലക്ട്രോൺ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്, അല്ലേ? അപ്പോൾ ഇതിലേക്ക് നമ്മൾ 13.6 കൊടുത്താൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി എത്രയാവും? -13.6 + 13.6 കൂടിയിട്ട് 0 ആവും. അപ്പോൾ ആ ഇലക്ട്രോണിനെ ഫ്രീ ആക്കാൻ പറ്റും, അല്ലേ? വി ഒബ്റ്റെയിൻ എ ഹൈഡ്രജൻ അയൺ, അല്ലേ? H+ കിട്ടും, അല്ലേ? അങ്ങനെ ആ ഇലക്ട്രോണിനെ ഫ്രീ ആക്കാൻ പറ്റും. ഇനി ഇൻ ടേംസ് ഓഫ് റെസ്റ്റ് എനർജീസ് ഓഫ് ദ പാർട്ടിക്കിൾ വി ക്യാൻ റൈറ്റ് ദിസ് പ്രോസസ്സ്. ഏത്? ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്, എന്നിട്ട് അതിന് ഹൈഡ്രജൻ അയോൺ ആക്കുന്ന പ്രോസസ്സിനെ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെ? EI എന്ന് പറഞ്ഞാൽ അയണൈസേഷൻ എനർജി പ്ലസ് മാസ് ഓഫ് ഹൈഡ്രജൻ ഇൻറ്റു C², റെസ്റ്റ് മാസ് എനർജീൻ്റെ ടേംസിലാണ് എഴുതിയേക്കാണ്, അല്ലേ? ഗീവ്സ് മാസ് ഓഫ് H+ ഇൻറ്റു C² + MEc². അതായത് ആ പ്രോസസ്സിൽ നടന്ന എന്താണ്? നമ്മൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരുന്നു, അല്ലേ? ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ എന്താക്കി? H+ അയോണും പിന്നെന്താക്കി? ഒരു ഇലക്ട്രോണും ആക്കി മാറ്റി, അല്ലേ? ഇതെങ്ങനെയായത്? ഇവിടെ അയണൈസേഷൻ എനർജി കൊടുത്തതുകൊണ്ട്, EI എന്ന് പറഞ്ഞ അയണൈസേഷൻ എനർജി കൊടുത്തതുകൊണ്ട്. അതുകൊണ്ട് അതിൻ്റെ എനർജി ഇക്വേഷൻ നമുക്ക് ഈ രീതിയിൽ എഴുതാം, അല്ലേ? EI അയണൈസേഷൻ എനർജി ഈസ് ഗിവൺ ടു ഹൈഡ്രജൻ ആറ്റം. അപ്പം മാസ് ഓഫ് H ഇൻറ്റു C², അല്ലേ? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ റെസ്റ്റ് മാസ് എനർജി, അല്ലേ? ഗീവ്സ് മാസ് ഓഫ് H+ ഇൻറ്റു C² എന്ന് പറഞ്ഞാൽ ഇയാളുടെ റെസ്റ്റ് മാസ് എനർജി പ്ലസ് പിന്നെ ആരുള്ളത്? ഇലക്ട്രോൺ ഉള്ളത്, അതിൻ്റെ റെസ്റ്റ് മാസ് എനർജി. ഇനി ഇതിനെ നമ്മൾ ജനറലൈസ് ചെയ്യാണ്. ഇഫ് ഈ ജനറലൈസ് ദിസ് ടു ആൻ ആർബിട്രറി എലമെൻറ്റ് X, അല്ലേ? X എന്ന് പറഞ്ഞൊരു എലമെൻറ്റിലേക്ക് ഇത് ജനറലൈസ് ചെയ്യുകയാണ് വെച്ചാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? Xനെ നമ്മൾ അയണൈസ് ചെയ്യാം, അല്ലേ? ഇഫ് യു ഗിവ് അയണൈസേഷൻ എനർജി ടു X, അപ്പം അയണൈസേഷൻ എനർജി പ്ലസ് മാസ് ഓഫ് X ഇൻറ്റു C² ഇസ് ഈക്വൽ ടു മാസ് ഓഫ് X+ ഇൻറ്റു C² + MEc², അല്ലേ? ഇതിപ്പോൾ Hൻ്റെ സ്ഥാനത്ത് X ആയി. X ഗീവ്സ് X+ ഇലക്ട്രോൺ എന്ന് പറഞ്ഞ പ്രോസസ്സാവും. ഇവിടെയും നമ്മൾ അയണൈസേഷൻ എനർജി കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എനർജറ്റിക് റിയാക്ഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും, അല്ലേ? ഈ കാണുന്നതായിരിക്കും. ഓക്കെ, ഈ പ്രോസസ്സാണ്. അപ്പോൾ ഇതിൽ കിട്ടുന്ന എനർജി ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇനി അവിടെ അയണൈസേഷൻ എനർജിക്ക് നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കാം. EI ഈസ് ഈക്വൽ ടു മാസ് ഓഫ് X+ ഇൻറ്റു C² + MEc² - മാസ് ഓഫ് X ഇൻറ്റു C². ശരിയല്ലേ? ഓക്കെ, ഈ പ്രോസസ്സിന് തന്നെ നമ്മൾ EI ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കി. ഓക്കെ, മാസ് ഓഫ് X+ ഇൻറ്റു C² + മാസ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു C² - മാസ് ഓഫ് X ഇൻറ്റു C² എന്ന് കിട്ടി, അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു ആ C² കോമൺ ആക്കി എടുത്തു. മാസ് ഓഫ് X+ + ME - മാസ് ഓഫ് X ഇൻറ്റു C². ഇത് നമ്മളെ Q വാല്യൂ ഒക്കെ കാണുന്ന പോലെ ഒരു ഇക്വേഷനായി. ഓക്കെ, ഇനി ന്യൂക്ലിയസിൻ്റെ കേസിൽ നമ്മൾ ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും റിമൂവ് ചെയ്തത്. ഇപ്പോൾ ഈ പറഞ്ഞൊക്കെ നമ്മൾ ആറ്റത്തിൻ്റെ കേസിലാണ്. For nuclei, a process similar to ionization consists of removing the least tightly bound proton or neutron. ലീസ്റ്റ് ടൈറ്റ്ലി ബൗണ്ട് ആയിട്ടുള്ള ന്യൂട്രോണിനെയോ പ്രോട്ടോണിനെയോ റിമൂവ് ചെയ്യുന്ന എനർജിയാണ് ഈ പറഞ്ഞത്.
The energy required to remove the least tightly bound proton is called proton separation energy. അയണൈസേഷൻ എനർജി പോലെ തന്നെ. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജിയാണ് അയണൈസേഷൻ എനർജി. ഇവിടെ എന്താണ് ലീസ്റ്റ് ടൈറ്റ്ലി ബൗണ്ട് ആയിട്ടുള്ള പ്രോട്ടോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജിയാണ് പ്രോട്ടോൺ സെപ്പറേഷൻ എനർജി. അതിന് നമ്മൾ SP എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സെപ്പറേഷൻ എനർജി ഓഫ് പ്രോട്ടോൺ. ഇഫ് യു ആഡ് എനർജി SP ടു എ ന്യൂക്ലിയസ് XAZN എന്ന് പറഞ്ഞൊരു ന്യൂക്ലിയസിലേക്ക് നമുക്ക് ഈ പറഞ്ഞ SP എനർജി പ്രോട്ടോൺ സെപ്പറേഷൻ എനർജി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിനൊരു പ്രോട്ടോൺ പോവും അല്ലേ. അപ്പോൾ XAZ എന്ന് പറഞ്ഞൊരു ആള്, ഒരു ന്യൂക്ലിയസ്, അതിനകത്തു നിന്നൊരു പ്രോട്ടോൺ പോയാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താ? പ്രോട്ടോൺ പോയി. അപ്പോൾ മാസ് നമ്പർ ഒന്ന് കുറഞ്ഞു അല്ലേ, അതുപോലെ ആറ്റോമിക് നമ്പർ ഒന്ന് കുറഞ്ഞു, അതുകൊണ്ട് അയാളുടെ പേര് മാറി അല്ലേ. ഇവിടെ X' എന്ന് കൊടുത്തിട്ടില്ല അല്ലേ, ന്യൂട്രോൺ നമ്പർ സെയിം ആവും. അപ്പോൾ X എന്നുള്ളത് X' ആയി. ഓക്കെ, അങ്ങനെയാകുമ്പം ഈ പ്രോസസ്സിൻ്റെ എനർജറ്റിക്സ് നമുക്ക് പ്രോട്ടോൺ സെപ്പറേഷൻ എനർജി എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം അല്ലേ. പ്രോട്ടോൺ സെപ്പറേഷൻ എനർജി ഇക്വൽ ടു മാസ് ഓഫ് ന്യൂ ന്യൂക്ലിയസ് അല്ലേ, മാസ് ഓഫ് X', A-1, Z-1 പ്ലസ് മാസ് ഓഫ് ഹൈഡ്രജൻ അല്ലേ. ഇവിടെ മാസ് ഓഫ് ഹൈഡ്രജൻ എന്ന് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പ്രോസസ്സ് ഇങ്ങനെയല്ലേ, ഇങ്ങോട്ട് നോക്കാം കേട്ടോ. ഇവിടെ XAZ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? A-1 Z-1 X' പ്ലസ് പ്രോട്ടോൺ, ഒരു പ്രോട്ടോൺ ഉണ്ടാവുന്നു അല്ലേ. അപ്പോൾ ഈ പ്രോസസ്സ് ഇതാണ്. ഇനി ഇതിൻ്റെ റെസ്റ്റ് മാസ് എനർജിയാണ് മാസ് ഓഫ് പിന്നെ X ഇൻറ്റു C². ഇതിൻ്റെ റെസ്റ്റ് മാസ് എനർജി മാസ് ഓഫ് X' ഇൻറ്റു C². പ്രോട്ടോണിൻ്റെ ശരിക്കും മാസ് ഓഫ് പ്രോട്ടോൺ ഇൻറ്റു C² എന്ന് എഴുതണ്ടേ. പക്ഷേ മാസ് ഓഫ് പ്രോട്ടോണും മാസ് ഓഫ് ഹൈഡ്രജനും ഏകദേശം ഒന്നായതുകൊണ്ട് ഇവർ ഹൈഡ്രജൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സെപ്പറേഷൻ എനർജി ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു മാസ് ഓഫ് X' പ്ലസ് മാസ് ഓഫ് ഹൈഡ്രജൻ, ഇത് പ്രോട്ടോണിൻ്റെ സ്ഥാനത്ത് എഴുതിയിട്ടില്ലേ, മൈനസ് മാസ് ഓഫ് പാരന്റ് ന്യൂക്ലിയസ് ഇൻറ്റു C² എന്ന് പറയാം അല്ലേ. ഇതാണ് അപ്പോൾ പ്രോട്ടോൺ സെപ്പറേഷൻ എനർജി. ഫൈൻ. ഇനി അതുപോലെ ന്യൂട്രോൺ സെപ്പറേഷൻ എനർജി. ഇഫ് വി ആഡ് ന്യൂട്രോൺ സെപ്പറേഷൻ എനർജി SN ടു എ ന്യൂക്ലിയസ് X, ദെൻ വി ഒബ്റ്റെയിൻ സം അതർ ന്യൂക്ലിയസ്, സെയിം ന്യൂക്ലിയസ് അല്ലേ. അതായത് XAZN എന്ന് പറഞ്ഞൊരു ന്യൂക്ലിയസ് എന്ന് കരുതാം അല്ലേ. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ SN എന്ന് പറഞ്ഞ എനർജി ആഡ് ചെയ്തു അല്ലേ. എന്തിന്? ഒരു ന്യൂട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള അത്രയും എനർജി നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുക? ഒരു ന്യൂട്രോൺ കുറയും അല്ലേ. ഒരു ന്യൂട്രോൺ കുറഞ്ഞാൽ A-1 ആവും. ന്യൂട്രോൺ കുറയുന്നുള്ളൂ, പ്രോട്ടോണിന് മാറ്റം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് ZN ആവും. ഇത് ZN ആയതുകൊണ്ട് അയാളുടെ പേരും മാറുന്നില്ല, XN ആവും അല്ലേ. ഇതൊരു ഐസോട്ടോപ്പ് എന്ന് പറയാം, XN ആവും. ഇനി ന്യൂട്രോൺ കുറഞ്ഞതുകൊണ്ട് ഇവിടെ N-1 ആവും, പ്ലസ് ആരുണ്ട്? ഒരു ന്യൂട്രോണും ഉണ്ട് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ എനർജറ്റിക്സ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? SN ഈക്വൽ ടു മാസ് ഓഫ് X അല്ലേ, ഇത് മാസ് ഓഫ് Xn-1 പ്ലസ് മാസ് ഓഫ് ന്യൂട്രോൺ അല്ലേ, ഇത് മൈനസ് മാസ് ഓഫ് XAZ ഇൻറ്റു C² എന്ന് വരും അല്ലേ. ഇനി പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ സെപ്പറേഷൻ എനർജി സാധാരണ റേഞ്ച് 5 to 10 MeV ആണ്. ക്ലിയർ ആണല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ പ്രോട്ടോൺ സെപ്പറേഷൻ എനർജി ഫ്രം ദ ആൻഡ് ദ ന്യൂട്രോൺ സെപ്പറേഷൻ എനർജി ഓഫ് TE-125. TE-125 ഈ പറഞ്ഞ എനർജി കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിനകത്ത് ക്വസ്റ്റ്യനകത്ത് തന്നെ വാല്യൂസൊക്കെ തന്നിട്ടുണ്ട്, നോക്കാം. അപ്പോൾ പ്രോട്ടോൺ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നോക്കുക, TE-125 എന്നൊരു പ്രോട്ടോൺ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് Sb-124 പ്ലസ് പ്രോട്ടോണാണ് കിട്ടുന്നത്. ഇനി ആ ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? മാസ് ഓഫ് Sb പ്ലസ് മാസ് ഓഫ് പ്രോട്ടോൺ മൈനസ് മാസ് ഓഫ് TE. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാസ് ഓഫ് പ്രോട്ടോണിന് വരെ മാസ് ഓഫ് ഹൈഡ്രജൻ എടുത്തിട്ടുള്ളത്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്വസ്റ്റ്യനകത്ത് തരുന്നുണ്ടാവും കേട്ടോ. ഈ Sbൻ്റെ വാല്യൂ എത്ര? 123.9 ആണ്. അതുപോലുള്ള വാല്യൂസൊക്കെ തരും. അപ്പോൾ നമുക്ക് 8.691 MeV കിട്ടും. ഇനി ന്യൂട്രോൺ സെപ്പറേഷൻ കാണിച്ചാൽ TE-125 നമ്മൾ ന്യൂട്രോൺ റിമൂവ് ചെയ്താൽ TE-124 കിട്ടും, പ്ലസ് ന്യൂട്രോൺ കിട്ടും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 6.569 MeV കിട്ടും. ക്ലിയർ ആണല്ലോ.